ഹായ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പോട്ടി ട്രെയിനിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മുതൽ 3 മാസമായി കാണാം. ചിലപ്പോൾ കുട്ടി ബാത്റൂമിൽ പോയി ചെയ്യാറുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ കുട്ടി ഹാളിലെ കാർപ്പറ്റിലോ ബെഡിലോ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ പോട്ടി കാണുമ്പോൾ തന്നെ അലറിക്കരഞ്ഞു ഓടാറുമുണ്ടാകാം. അതുമല്ലെങ്കിൽ പകൽ മുഴുവനും കുഴപ്പമില്ലാതിരുന്ന കുട്ടി രാത്രി ഉറങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ബെഡ് നനക്കുന്നുണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു ടെൻഷനും നിരാശയും തോന്നാറില്ലേ? എന്താണ് സംഭവിച്ചത്? ഇവൻ ബാത്റൂമിൽ പോകാൻ പഠിച്ചിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ എന്താ ഇങ്ങനെ? ഇത് എപ്പോഴാണൊന്ന് മാറുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അഡ്വാൻസ്ഡ് പോട്ടി ട്രെയിനിങ് ഗൈഡാണ്. നിങ്ങളൊരു ബേസിക് ട്രെയിനിങ് ചെയ്തിട്ടും ഇപ്പോഴും പോട്ടി ട്രെയിനിങ്ങിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് സൊല്യൂഷനാണ്. വീഡിയോ മുഴുവനായി കാണുക വഴി നിങ്ങളൊരു അഡ്വാൻസ്ഡ് പോട്ടി ട്രെയിനിങ് സ്പെഷ്യലിസ്റ്റ് കൂടിയാകും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പോട്ടി ട്രെയിനിങ് തുടങ്ങിയ ശേഷം 70 മുതൽ 80% കുട്ടികൾക്കും ചില സമയങ്ങളിൽ റിഗ്രഷൻ, അതായത് പിറകോട്ട് പോകൽ അല്ലെങ്കിൽ അവരൊരു വിമുഖത കാണിക്കാറുണ്ട്. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, മറിച്ച് കുട്ടികളുടെ വളർച്ചയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി സെൻസറി ഇഷ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബാത്റൂമിൽ ആ പ്ലാസ്റ്റിക് പോട്ടിയുടെ തണുപ്പ്, ഫ്ലഷ് ചെയ്യുമ്പോൾ ഉള്ള വലിയ ശബ്ദം, അല്ലെങ്കിൽ അവിടുത്തെ സ്മെല്ല്, ഇതൊക്കെ ചില കുട്ടികൾക്ക് പേടിയുണ്ടാക്കും. ഫ്ലഷ് ചെയ്യുമ്പോൾ ശബ്ദം അവർക്ക് ചിലപ്പോൾ ഒരു രാക്ഷസൻ്റെ അട്ടഹാസം പോലെയൊക്കെ തോന്നിയേക്കാം. രണ്ടാമതായി പോട്ടിയോടുള്ള ഭയം. ഒരു ദിവസം ടോയ്ലറ്റിൽ ഇരുന്നപ്പോൾ കുട്ടിക്ക് അറിയാതെ മലബന്ധം സംഭവിച്ച് വേദന വന്നെന്ന് കരുതുക. ആ വേദനയുടെ ഓർമ്മ മതി പിന്നീട് ആ പോട്ടി കാണുമ്പോൾ അവർ കരഞ്ഞോടാൻ അത് മതി. മൂന്നാമതായി ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ. 2 മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായം കുട്ടികളുടെ ടെറിബിൾ ട്യൂസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഞാൻ സ്വന്തമായി തീരുമാനിക്കുമെന്ന് വാശിയുള്ള സമയമാണത്. നിങ്ങൾ ടോയ്ലറ്റിൽ വാ എന്ന് പറഞ്ഞാൽ അവർ വരില്ല. കാരണം പോട്ടി പിടിച്ചു വെക്കുക എന്നത് അവരുടെ കയ്യിലുള്ള ഒരു പവറായി പോലും കാണാറുണ്ട്. നാലാമതായി ഡെവലപ്മെൻ്റൽ റിഗ്രഷൻ. വീട്ടിൽ പുതിയൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിക്ക് പനി വന്നാൽ വീട് മാറുമ്പോഴൊക്കെ അതുവരെ ബാത്റൂമിൽ പോയിരുന്ന കുട്ടി പഴയതുപോലെ ഡയപ്പർ വേണമെന്ന് വാശി പിടിക്കും. ഇത് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള അവരുടെ ഒരു ശ്രമമായി നമുക്ക് കാണാം. അഞ്ചാമതായി രാത്രിയിലെ ബുദ്ധിമുട്ടുകൾ. പകൽ സമയത്ത് കുട്ടി പോട്ടി ട്രെയിൻഡ് ആയാലും ഉറങ്ങുമ്പോൾ ബ്ലാഡർ കൺട്രോൾ ചെയ്യാൻ അവരുടെ തലച്ചോറ് പഠിക്കാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? അതിന് 6 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി കുട്ടിയുടെ ഭയത്തെ മനസ്സിലാക്കുക. കുട്ടിയുടെ ബാത്റൂമിൽ കയറാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധിപ്പിച്ച് പിടിച്ചു കൊണ്ടുപോകരുത്. പകരം അവരുടെ ലെവലിലേക്ക് താഴ്ന്നിരുന്ന് പറയുക, മോന, ഫ്ലഷ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ പേടിയാണെങ്കിൽ അമ്മക്ക് അതറിയാം. കുട്ടിയുടെ വികാരങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്നത് അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൂട്ടും. രണ്ടാമതായി പോട്ടിയെ രസകരമാക്കാം. പോട്ടി ഒരു ശിക്ഷയായി കുട്ടികൾക്ക് തോന്നരുത്. നിങ്ങൾ പോട്ടി വാങ്ങാൻ പോകുമ്പോൾ കുട്ടിയെ കൂടെ കൂട്ടുക. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ പോട്ടി വാങ്ങി കൊടുക്കാവുന്നതാണ്. പോട്ടി സീറ്റിൽ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കാനും നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ കുട്ടിയുടെ പ്രിയപ്പെട്ട ടെഡി ബിയറിനെ പോട്ടിക്ക് അടുത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ടൊക്കെ പറയുക, ദേ നോക്ക്, ടെഡി പോട്ടിയിൽ ഇരിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. മൂന്നാമതായി അബദ്ധം പറ്റിയാൽ പോസിറ്റീവായി പെരുമാറുക. കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കാർപ്പറ്റിൽ മൂത്രമൊഴിച്ചു എന്ന് കരുതുക. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട്, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ബാത്റൂമിൽ പോകാൻ എന്നൊന്നും ചോദിക്കരുത്. പകരം വളരെ കാമായിട്ട് പറയുക, ഓ, മൂത്രം നിലത്തായല്ലേ, സാരമില്ല, അടുത്ത തവണ നമുക്ക് ബാത്റൂമിൽ പോകാം. എന്നിട്ട് നനഞ്ഞ തുണി അലക്ക് കൊട്ടയിലിടാൻ കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഇത് അവർക്ക് റെസ്പോൺസിബിലിറ്റി പഠിക്കാൻ കൂടി സഹായിക്കും. നാലാമതായി രാത്രിയിലെ ട്രെയിനിങ്. രാത്രിയിലെ ബുദ്ധിമുട്ട് മാറ്റാൻ ഒരു കിടിലൻ ട്രിക്കുണ്ട്. ഡബിൾ ലെയർ ബെഡിങ്. അതായത് മാട്രസ് പ്രൊട്ടക്ടർ ഇടുക, അതിന് മുകളിൽ ബെഡ്ഷീറ്റ് ഇടുക, അതിന് മുകളിൽ വീണ്ടും പ്രൊട്ടക്ടർ, വീണ്ടും ബെഡ്ഷീറ്റ്. രാത്രി കുട്ടി മൂത്രമൊഴിച്ചാൽ മുകളിലെ ബെഡ്ഷീറ്റും പ്രൊട്ടക്ടറും വലിച്ചെടുത്താൽ മതി. താഴെ ഉണങ്ങിയ ബെഡ്ഷീറ്റ് റെഡിയായിരിക്കും. നിങ്ങളുടെ ഉറക്കം പോകില്ല. കൂടാതെ രാത്രി 7 മണിക്ക് ശേഷം വെള്ളം, ജ്യൂസ്, പാല് എന്നിവ കുടിക്കുന്നത് പതുക്കെ പതുക്കെ കുറച്ചു കൊണ്ടുവരിക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നിർബന്ധമായും ബാത്റൂമിൽ കൊണ്ടുപോവുക കൂടി ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടി മൂത്രമൊഴിച്ചില്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് വലിയൊരു മുത്തം കൊടുക്കാനും മറക്കരുത്. അവരെ അഭിനന്ദിക്കേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചാമതായി റിഗ്രഷൻ വന്നാൽ, അനിയനോ അനിയത്തിയോ ജനിച്ചതിന് ശേഷം നിങ്ങളുടെ മൂത്ത കുട്ടി വീണ്ടും ഡയപ്പറിൽ മൂത്രമൊഴിക്കാൻ തുടങ്ങിയാൽ ദേഷ്യപ്പെടരുത്. പുതിയ കുട്ടി വന്നപ്പോൾ തനിക്ക് സ്നേഹം കുറഞ്ഞോ എന്നൊരു പേടിയാണ് അവന്. ആ സമയത്ത് അവനോടൊപ്പം ഡയപ്പർ മാറ്റിവെച്ച് കളിക്കാനും സംസാരിക്കാനും കുറച്ച് സമയം കണ്ടെത്തുക. ഒരു 3-4 ദിവസം ഡയപ്പർ തിരിച്ചു കൊടുത്തോളൂ. അവർ ശാന്തരായ ശേഷം വീണ്ടും പോട്ടി ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്യാം. ഇത്തരത്തിൽ അടുത്തടുത്ത് 2 കുട്ടികൾ ജനിച്ചത് മൂലമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 6,
സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കുള്ള എക്സ്ട്രാ കെയർ ആണ്. നിങ്ങളുടെ കുട്ടിക്ക് സെൻസറി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് സീറ്റിന് പകരം സോഫ്റ്റായ പോട്ടി സീറ്റ് ഉപയോഗിക്കുക. ബാത്റൂമിൽ ഫ്ലഷ് ചെയ്യുന്നതിന് പകരം കുട്ടി പുറത്തിറങ്ങിയ ശേഷം ഫ്ലഷ് ചെയ്യുക. ബാത്റൂമിൽ പോകേണ്ട സ്റ്റെപ്പുകൾ, അതായത് പാൻ്റ് ഊരുക, ഇരിക്കുക, കൈ കഴുകുക എന്നിവ ചിത്രങ്ങളായി ബാത്റൂമിന് ഡോറിൽ ഒട്ടിച്ചു വെക്കുന്നത് ഓട്ടിസമുള്ള കുട്ടികൾക്ക് വളരെ സഹായകരമാണ്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് 4 വയസ്സായിട്ടും പോട്ടി ട്രെയിനിങ്ങിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം സംസാരശേഷി വൈകുന്നതോ ചില ശബ്ദങ്ങളോടുള്ള അമിത ഭയമോ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെയോ ഡെവലപ്മെൻറ്റൽ ഡിലേയുടെയോ ലക്ഷണങ്ങളാകാം. ഓർക്കുക, ലക്ഷണങ്ങൾ. അങ്ങനെ തോന്നിയാൽ കാത്തിരിക്കാതെ ഒരു RCI അപ്രൂവ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഏർലി ഇൻ്റർവെൻഷൻ ആരംഭിക്കുക. അടുത്തതായി പറയട്ടെ, പോട്ടി ട്രെയിനിങ് ഒരു യുദ്ധമല്ല, അതൊരു പുതിയ സ്കിൽ പഠിക്കാനുള്ള പ്രക്രിയയാണ്. കുട്ടിക്കും നിങ്ങൾക്കും ക്ഷമ ഒരുപോലെ വേണം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് പോട്ടി ട്രെയിനിങ് ട്രാക്കർ ആൻഡ് 30 ഡേയ്സ് പ്ലാൻ PDF തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ പോട്ടി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് DM ആയി അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ അടുത്ത വീഡിയോ വളരെ രസകരമായ ഒരു വിഷയമാണ്. പ്രീ സ്കൂൾ റെഡിനെസ് ചെക്ക് ലിസ്റ്റാണ്. കുട്ടി സ്കൂളിൽ പോകാൻ തയ്യാറായോ എന്ന് എങ്ങനെ അറിയാം? ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓണാക്കിയാൽ ഉപകാരമായിരിക്കും. നിങ്ങളുടെ കുട്ടി പോട്ടി ട്രെയിനിങ് സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കുട്ടി വളരെ കോൺഫിഡൻ്റായി ബാത്റൂം ഉപയോഗിക്കുന്ന ഒരു നല്ല കുട്ടിയായി വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കുട്ടികളുടെ ലോകം, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഒരേ സമയം ലളിതവും അതേസമയം തന്നെ സങ്കീർണവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നല്ല മാതാപിതാക്കളാകാൻ ഓരോ ദിവസവും ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.